ബി പി നോർമലാ. ഇപ്പൊ കുറച്ച് കൂടാൻ സാധ്യതയുണ്ടല്ലോ. തോളിന് വല്ലാത്ത വേദനയുണ്ട്. അത് സാരില്ല, ഹീറ്റ് ട്രീറ്റ്മെന്റ് എടുക്കാം. അതെങ്ങനെയാ? കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാ കേക്കില്ലല്ലോ. റെസ്റ്റ് ചെയ്യണമെങ്കിൽ വാറ് തീരണം. അതിന് ഡോക്ടർ ഗുരുവായൂർക്ക് ഒരു തുലാഭാരം നടന്നു. അപ്പൊ പിന്നെ ഇന്ത്യ പാക് വാറ് കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ വാറ് തുടങ്ങാലോ. അല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള വാർ, ചെക്കോസ്ലോവാക്യം വാർ. അങ്ങനെ ഒരു പൈങ്കിളി പെണ്ണായിട്ടൊന്നും ഹേമേ ഗോപി കരുതണ്ട. പാകിസ്ഥാൻകാരെ തവിട് പൊടിയാക്കിയിട്ട് കല്യാണം മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. അല്ലേ ഹേമ? അല്ലേ ക്യാപ്റ്റൻ ഹേമേ? യെസ് സർ. മലയാളത്തിൽ പറഞ്ഞാ മതി. ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തോട്ടെ സാർ? ഓക്കെ ബഷീർ. റിപ്പയർ ചെയ്യാനുള്ള ഗൺസ് എത്രയുണ്ടെന്ന് സെക്ഷൻ ഹവിൽദാരോട് ചോദിച്ചാൽ മതി. സാർ, പുൾ ത്രൂവിന്റെയും ചിമ്പർ സ്റ്റിക്കിന്റെയും സ്റ്റോക്ക് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വന്ന് പറയണം. വേറെ വിശേഷിച്ചൊന്നുമില്ലല്ലോ? ഒരു വിശേഷമുണ്ട്. ബഷീറിന്റെ തോക്കിന്റെ ബഡില് ഐശ്വര്യറായി താമസം ഉറപ്പിച്ചു. സാറേ, ഇത് ഞാൻ വെറുതെ ഒരു... എന്തിനാ ബഷീറെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്നത്? ഒരെണ്ണത്തിനായിട്ട് കെട്ടി ഉറപ്പിച്ചൂടെ? പെങ്ങന്മാർ 5 എണ്ണം. കിട്ടണ ശമ്പളത്തിൽ നിന്ന് കടിച്ചും പിടിച്ചും കടം മേടിച്ചും 2 എണ്ണത്തിനെ പറഞ്ഞു വിട്ടു. ബാക്കി 3 എണ്ണം നീയോ ഞാനോ എന്ന് പറഞ്ഞു ഒപ്പത്തിനൊപ്പം നിക്കാ. അതുങ്ങളെ പറഞ്ഞയച്ചൂടെ? അതെങ്ങനെയാ സാറേ? രണ്ടാമത്തവളെ കെട്ടിച്ചു വിട്ട് ശ്വാസം ഒന്ന് നേരെ വിടുന്നതിന് മുമ്പ് മൂത്തവളെ പേറ്റിന് കൂട്ടിക്കൊണ്ട് വരാറായി. അത് പെറ്റാനിറ്റ് പോയപ്പോഴേക്കും രണ്ടാമത്തവളെ കൂട്ടിക്കൊണ്ട് വരാറായി. ഇക്കാന്റെ കടങ്ങള് വീട്ടിട്ട് പെറ്റാ മതി പെങ്ങളേന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഉമ്മയുടെ ജിന്നളക്കത്തിനുള്ള ചികിത്സ വേറെയും. എന്ത് ചെയ്യാം? കടിഞ്ഞുൽ പൊട്ടനായി പോയില്ലേ? വയ്യത്താവൻ നേരത്തെ കൈ പിടിച്ച് എല്ലാത്തിനെയും ഏൽപ്പിച്ചിട്ട് പോയതാ ബാപ്പ. കുടഞ്ഞിട്ടോണ്ട് പറക്കാൻ പറ്റോ? വരട്ടെ സാർ. ഗോപി സാറിനൊരു കത്തുണ്ട്. അമ്മയുടെ കത്താ. ഞാനിപ്പോ വരാം സാർ. ആഹാ, കത്ത് വന്നോ? സാറിനുണ്ടൊരു കത്ത്. ഹനീഫയുടെ മുഖത്തെന്താ ഒരു വല്ലായ്മ? കല്യാണം കഴിഞ്ഞ് 28-ാം നാള് പെട്ടിയും തൂക്കി പടക്കി പുറപ്പെട്ടല്ലേ. പെണ്ണുപിള്ളയുടെ സങ്കടഹർജിയാ. ഈ പെണ്ണുങ്ങളോട് യുദ്ധത്തെ പറ്റി പറഞ്ഞ വല്ലതും മനസ്സിലാവോ? അതല്ല, BSF-ലുള്ള എന്റെ ഒരു സുഹൃത്ത് ജോസ് ഉണ്ട്. അവൻ കഴിഞ്ഞ 8-ാം തീയതി കാർഗിലിൽ വെച്ച് മരിച്ചു. ജോസിന്റെ ജഡം നാട്ടിൽ കൊണ്ടു സംസ്കരിച്ചത്രേ. ഞങ്ങളുടെ തൊട്ട അയൽവക്ക. നാളെ സ്വന്തം ഭർത്താവിന്റെ ശവമായിരിക്കും വരുന്നതെന്ന് നിങ്ങളുടെ ഭാര്യ ഓർത്തുപോയ തെറ്റ് പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടായിരിക്കടോ. നിന്റെ ഉമ്മക്ക് ഓപ്പറേഷൻ ഉടനെ വേണമെന്നാ ഡോക്ടർ പറയുന്നത്. മോനെപ്പോഴാ വരാൻ പറ്റുക? ഉമ്മയില്ലാത്ത നിന്റെ 2 മക്കളെയും കൊണ്ട് ബാപ്പ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിന്റെ ഉമ്മാക്ക് അനങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മോൻ ഒരു നിക്കാഹ് കൂടി കഴിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അവതാളത്തിലാകും. ഇനിയെല്ലാം മോന്റെ ഇഷ്ടം പോലെ. ബാപ്പ വിഷമിപ്പിച്ചു എന്ന് തോന്നരുത്. എന്താ കത്തില് വിശേഷങ്ങള്? വിശേഷങ്ങളേ ഉള്ളൂ. ഉമ്മയ്ക്ക് ഹാർട്ട് ഓപ്പറേഷൻ ഉടനെ വേണം. ഇവിടുന്ന് PF-ന്റെ ലോൺ എങ്ങനെയെങ്കിലും ശരിയാക്കണം. നീ വിഷമിക്കണ്ട. എന്നാ ലീവിന് പോണെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വരാം. ശ്രീത്ര മെഡിക്കൽ സെന്ററിലെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് എന്റെ സ്വന്തം ആളിയനാ. അതിനിപ്പോ ഇവിടെ നിന്നാ ലീവ് കിട്ടുന്നെന്ന് പറയാൻ പറ്റുമോ? അതിപ്പോ ഈ വാർ 2 ആഴ്ചക്കകം തീരില്ലേ? 2 ഹഫ്തേ के अंदर ये लड़ाई खत्म होगा. സുഖിച്ചോടി, സുഖിച്ചോ. ഞാനങ്ങോട്ട് വരട്ടെ, നിന്റെ സുഖമൊക്കെ നിർത്തി തരാം. എന്താ ഗുരുച്ച? എന്റെ പെണ്ണുമ്പിള്ളയോട് പറഞ്ഞതാ. എന്താ ചാടിപ്പോയോ? എങ്കി എത്ര നന്നായിരുന്നു. പിന്നെന്ത് പറ്റി? ഇടവക പള്ളി പെരുന്നാളിന്റെ വിശേഷമാ. തറവാട്ടിലെല്ലാരും ഒരുമിച്ച് കൂടിന്ന് പാലപ്പവും കിണ്ണത്തപ്പവും താറാവ് കറിയും കോഴിക്കറിയും കരിമീനും ഒക്കെ ഉണ്ടാക്കി വെട്ടി വിഴുങ്ങി അടിച്ചു പൊളിച്ചു. അത്രേ ഉള്ളൂ. അവരടിച്ച് പൊളിക്കട്ടെ കുരിയച്ച. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കേ. ബാക്കിയുള്ളവനൊക്കെ ഇവിടെ ഉണക്ക ചപ്പാത്തിയും പരിപ്പറിയും കൂട്ടി നാവും മരവിച്ച് വെയിലത്തും മഞ്ഞത്തും ജീവനും കൈപ്പിടിച്ച് നടക്കുമ്പോഴാ അവളുടെ അമ്മമ്മയുടെ ഒരു കരിമീൻ കറി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി.
Congratulations, Captain Vijay. Thank you, sir. We did it. Really, it's a remarkable victory for us. Where is Sharath and Gopi? I want to appreciate them. They are the pride of our regiment. സോറി സാർ. Nonsense. നിന്റെ കാര്യമല്ല, ചെറുസാറിന്റെ ഗോപി സാറിന്റെ കാര്യമാണ്. തെറ്റാരി ഏതായാലും തെറ്റല്ലേ സാർ? Congratulations, Lieutenant Colonel Sharath Chandran, Sir. and Captain Gopinath. സാർ बस इसी तरह तुम और तुम्हारा कंपनी काम करते रहना. Well done. Keep it up. താങ്ക് താങ്ക് യു യു സാർ. गाड़ी से वो पैकेट लेके आओ. പോക്കറ്റ് നഹി, അല്ലാതെ ഒന്നുമില്ല സാർ. വണ്ടിയിൽ എന്തോ പാക്കറ്റ് ഉണ്ട്, അതെടുക്കാനാ പറഞ്ഞേ. പടച്ചോനെ, ഇപ്പൊ തന്നെ പണി തെറിച്ചാനെ. Come on, Sharath. സർ. All the messages to be given to me during the movement. Sir, we had little problem with the wireless. That's why we couldn't, sir. Okay, no problem. Repair it immediately. Right way, sir. And Mr. Sharath, Sir. this is about our next movement. Sir. And I hope you will get the same success like the one before. Thank you, sir. ഈ പെട്ടിയിൽ എന്തായിരിക്കും? ഭുജൻവാലാകാവ് തിരിച്ചു പിടിച്ചതിന് പതിവ് കോട്ട കൂടാതെ നല്ല സ്വയംഭ സ്കോച്ച് ആയിരിക്കും. ആ എന്ത് കണ്ടാലും കല്ലിന്റെ ഓർമ്മയിലേ ഉള്ളൂ. ഇത് നല്ല വില കൂടിയ മറ്റെന്തെങ്കിലും സമ്മാനമായിരിക്കും. ഓ, ഒന്ന് വേഗം തുറക്കണ്ടേ ബഷീറെ. എടാ ചന്ദ്ര, ആ കുര്യച്ചനെ കബീർ സാറിനെ വിളിക്ക്. അയ്യോ, പടച്ചോനെ, ഇത് വെറും ലഡുവാ. ഈ ഉണ്ട തരാൻ വേണ്ടിട്ടാണ് ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്നിട്ട് അയാൾ കൈസേക്ക് കുഴിച്ച് മേലെ കുളിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞേ. എന്താ ബഷീറെ? ഗോപി സാറിന് ലഡു വേണോ? വേണ്ട, താൻ തിന്നോ. എന്ത് വേണ്ടാത്ത താൻ നിന്നോളാനോ? ഗോപി, കേണൽ സാബ് എന്താ വന്നത്? മൂവ്മെന്റ് ഉണ്ടാവുന്ന തോന്നണേ. അയ്യോ, അതേത് വണ്ടിയില്ല. എന്ത് മൂവ്മെന്റോ? എടാ കക്കഴുതേ, യുദ്ധ മുന്നണിയിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവുന്ന പറഞ്ഞേ. എന്റെ പടച്ചോനെ, നാളെ മുതൽ തോക്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ലഡു തിന്നാം. Best of luck. Thank you, sir. സാറിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? നാളത്തെ മൂവ്മെന്റിനെ കുറിച്ച് ഓർത്തിട്ടാണോ? അതല്ല ഗോപി, എന്റെ കല്യാണം നിശ്ചയിപ്പോ വേണ്ടായിരുന്നു. അതെന്താ സാർ? യുദ്ധമില്ലെങ്കിൽ പട്ടാളക്കാരന്റെ ജീവിതം ഓക്കെ. വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവന് പുല്ല് വിലയുള്ളൂ. ഹേമയാണെങ്കിൽ ഇപ്പൊ ട്രൂപ്പിന്റെ കൂടെ വരണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതിനെന്താ സാർ, വരട്ടെ. സാറിനൊരു കൂട്ടുമാവുമല്ലോ. യുദ്ധമുന്നണിയിൽ എന്തു കൂട്ട്? അവളെ കൂടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ? ചുമ്മാ ഇരിക്കണം സാർ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ അടിച്ചു വിളിച്ച് തിരിച്ചു വരും. കക്ഷി വരുന്നുണ്ട്. എന്നാ ഞാനോട് ചെല്ലട്ടെ, അമ്മയ്ക്ക് കത്തെഴുതാനുണ്ട്. ആ, ഫീൽഡിലോട്ട് പോകുന്ന കാര്യമൊന്നും എഴുതിയേക്കരുത് കേട്ടോ. കൊള്ളാം. അങ്ങനെ എങ്ങനെ എഴുതിയ അടുത്ത ട്രെയിൻ പിടിച്ച സുഭദ്രാമ ഇങ്ങോട്ട് എത്തും. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. എന്താ ഞാൻ കൂടെ പോരുന്നു പറഞ്ഞത് ബുദ്ധിമുട്ടായോ? നിർബന്ധമാണെങ്കിൽ പോന്നോളൂ. ഹോ, താങ്ക് ഗോഡ്. ഞാൻ വിചാരിച്ചു ശരത് സാർ എന്നെ തഴഞ്ഞു. വല്ല കാഷ്വാലിറ്റി ഉണ്ടായാൽ അത്രയ്ക്ക് റിസ്ക് എടുത്ത് ഹേമ പോരണമെന്നാ ഞാൻ ചോദിച്ചത്. പിന്നെ ഇപ്പൊ ഗോപിയോട് പറഞ്ഞോണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ ഗോപിക്ക് പോലും അറിയാം കേണലിനോട് എനിക്കുള്ള സ്നേഹം എത്രയാണെന്ന്. എനിക്കും അറിയാവടി പെണ്ണെ. ബാപ്പോ, ക്യാമ്പിൽ എല്ലാവരും ടെൻഷനിലായിരിക്കും. അവരോടൊന്ന് സംസാരിക്കട്ടെ. കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ ശരത്, പ്ലീസ്. ഈ പുഴ കാണുമ്പോ ശരത്തിന് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്താ ക്യാപ്റ്റൻ, റൊമാൻറ്റിക് ആവുകയാണോ? അതല്ല, ഇത് കാണുമ്പോ എനിക്ക് നമ്മുടെ കുട്ടനാട്ടിലെ പമ്പയാറാണ് ഓർമ്മ വരുന്നത്. ഇവനെന്ത് ഈ ആടിനെ മഴത്തെട്ടി പോലെ? പ്രകാശ, എന്തു പറ്റിയടാ? എന്തു പറ്റാൻ? ഈ ഒടുക്കത്തെ യുദ്ധം തീർന്നിട്ട് എന്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എന്താടാ ഈ പറയണേ? സ്വന്തം നാടെന്ന് പറയണ അമ്മ എന്നല്ലേ? നമ്മുടെ മണ്ണ് തുറന്നു കയറുന്ന തുരപ്പന്മാരെ തുരച്ചു ഓടിച്ചില്ലേ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? പിന്നെ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പിടിച്ച് വേലയും കെട്ടിയിട്ട് എന്ത് നേടാനാ? എന്റെ അമ്മ ക്യാൻസർ ആയിട്ട് കിടക്കുക. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആരുമില്ല. അമ്മയെ നോക്കാൻ അവിടെ നാട്ടുകാർ മുഴുവൻ ഉണ്ടാവും. അവരോടൊക്കെ നിന്റെ അമ്മ അഭിമാനത്തോടെ പറയുന്നുണ്ടാവും, എന്റെ മോൻ നാടിന് വേണ്ടി പൊരുതാൻ പോയിരിക്കുകയാണ്. ആ അഭിമാനം കളയല്ലേ പ്രകാശ? ഹിന്ദുസ്ഥാന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും പാകിസ്ഥാൻ ചട്ടകളെ നമ്മൾ അനുവദിക്കില്ല. ചങ്കി ചോരുള്ള ഒരു ഇന്ത്യക്കാരന് സമ്മതിക്കില്ല. അല്ലടാ പ്രകാശ? എന്നാ പാറാ. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല,
ജനകോടികൾ നമ്മാടുസാറേ മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല. Sera for kilo. Sera for kilo. Identify location. Over. Kilo for Sera. Kilo for Sera. Grid reference 7862-2792. Nala Junction. Nala Junction over. Sera for kilo. 10 मिनट में हम आपका लोकेशन पे होगा. हमारा अप्रोच ईस्टर्न डायरेक्शन से होगा. ओवर. Kilo for Sera. Roger out. ഹലോ, എല്ലാവരും കൂടെ തോക്കും ചൂണ്ടി നിൽക്കുന്ന കണ്ട എതിർവശത്ത് പാകിസ്ഥാൻ പടയാണെന്ന് തോന്നും. കഴിഞ്ഞില്ലേ? ഒന്ന് വേഗം വാ. ഇന്നലെ അടിച്ച ബീർ മുഴുവൻ പമ്പ് ചെയ്ത് കളയണ്ടേ സാബ്? അതാ അല്ല വിജയൻ സാബേ, നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണം മാറിയിട്ട് ഇവിടുന്ന് പോയാൽ പോരെ? ചെന്ന് വണ്ടിയെ കയറും. എവിടെ ചെന്നാലും ഒരു റെസ്റ്റ് എടുക്കല്. ശരത് സാറിന്റെ ചീത്ത കേൾക്കണമെങ്കിൽ വേഗം വാ. चलो चलो सीधे सीधे चलो. रुको, किधर से आ रहे हो? शिलोक से आ रहे हैं. कहाँ जा रहे हो? नकोदर गांव. पास दिखाओ. तुम भी. घबराइए मत जनाब. आज चेक पोस्ट पे इंडियन आर्मी की तरफ से कोई काउंटर फायर नहीं होगा. बेफिक्र रहिए आप. खुदा हाफिज. अस्सलाम वालेकुम. वालेकुम सलाम. सब ठीक? जी जनाब. सब कुछ हमारे प्लान के मुताबिक होना चाहिए. अगर तुम लोगों की तरफ से किसी भी तरह की लापरवाही हुई तो अंजाम तुम लोग अच्छी तरह से जानते हो. ठीक है साहब. खुशियां. पाकिस्तान जिंदाबाद. कर्नल मुश्ताक मोहम्मद को 5 करोड़ मिलने वाला है. ये लो. शरद साहब. नहीं, मैं कैप्टन कबीर. शरद साहब पीछे आ रहा है. सर, आपका बटालियन का गुजनवाला ऑपरेशन के बारे में बहुत सुना है. इंडियन मिलिट्री മൊത്തം നമ്മുടെ വിക്ടറി അറിഞ്ഞിരിക്കുന്നു. हमारा देश का नाम ऊंचा कर लिया साहब. हमें आपका बटालियन पे गर्व है. सब थोड़ी देर हमारे साथ बैठ के चाय पानी हो जाए. അത് കൊള്ളാം. ശരത് സാബ് എത്തുമ്പോഴത്തേക്കും ഒരു ചായ കൂടിയാ. അങ്ങനെയാണെങ്കിൽ ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോവാം സാബ്. മിണ്ടായിരോ. കടച്ചോനെ ചെക്ക് പോസ്റ്റിൽ ഇപ്പൊ ചായക്കടന്ന് തുടങ്ങിയ നമ്മളൊക്കെ ഇപ്പൊ സൂപ്പർ സ്റ്റാറുകളാ. ഗുജംബാല ഗ്രാമം നമ്മൾ തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷത്തില് അവര് നമുക്ക് ചായ സൽക്കാരം നടത്താൻ പോവാ. ഭാഗ്യമുണ്ടെങ്കിൽ തന്തൂരി ചിക്കനും ഒക്കെ കിട്ടും. തന്തൂരി ചിക്കൻ, തന്തൂരി ചിക്കൻ. ശരത് സാബ് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. സിഗ്നലോട്ട് കിട്ടുന്നില്ല. എന്താ സാർ? കേണൽ മുഹമ്മദിന് തെറ്റിയെന്ന് തോന്നുന്നു. ഈ സ്ഥലം മാപ്പിലും കാണുന്നില്ല. ഗോപി, സ്റ്റോപ്പ്. Something is not right here. Damn it. This map is totally wrong. Wireless connection കിട്ടുന്നില്ല. എന്തെങ്കിലും ചതിയാണോ സാർ? लेफ्टिनेंट कर्नल शरद चंद्रन और कैप्टन गोपीनाथ का कीमत 5 करोड़. ये तो बड़ा धोखा है. टोटल चीटिंग. अब क्या करेंगे साहब? कर्नल मुस्तक मोहम्मद को बुलाओ. എന്താ സാർ? എന്ത് പറ്റി? ലെഫ്റ്റനന്റ് കേണൽ ശരത്ചന്ദ്രന്റെ ട്രൂപ്പിനെ പാകിസ്ഥാൻ സേന ചതിയിൽ വീഴ്ത്തിയിരിക്കുന്നു. നമ്മുടെ ഏതോ മുതിർന്ന ഓഫീസർ ഇതിന്റെ പിന്നിലുണ്ട്. അല്ലാതെ അവർക്ക് എങ്ങനെ ലൈൻ ഓഫ് കൺട്രോൾ കടക്കാനാവും? സർ, ക്യാപ്റ്റൻ ഗോപിനാഥ് ഓൺ ദ ലൈൻ.
Oh my God. ഹലോ ഗോപി, ബ്രിഗേഡിയർ നായറ, ഓവർ. മലയാളത്തിൽ പറഞ്ഞാൽ മതി, അതാണ് സേഫ്. വിവരങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞു. എങ്ങനെ ഇത് സംഭവിച്ചു? ഗോപി എങ്ങനെ രക്ഷപ്പെട്ടു? ടെൽ മീ, ഓവർ. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഓഫീസേഴ്സ് മുഴുവൻ കൊല ചെയ്യപ്പെട്ടു സാർ. കേണൽ മുസ്തക് മുഹമ്മദ് അറിഞ്ഞുകൊണ്ടാണ് ഈ ചീറ്റ് നടന്നിരിക്കുന്നത്. എല്ലാവരും പിടിക്കപ്പെട്ടു സാർ. എന്തോ ഭാഗ്യത്തിന് അവരുടെ കണ്ണിപ്പെടാതെ ട്രക്കുകൾക്കിടയിലൂടെ ഇഴഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടത്. ഗുരുത്വത്തിന് ഒരു വയർലെസ് സെറ്റ് എന്റെ കൈ കിട്ടി. ഉടനെ ഹലോ 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 ഗോപി, ഹലോ സാർ, ഹലോ സാർ, ക്യാൻ യു ഹിയർ മീ സാർ? ഹലോ, നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഹലോ ഹലോ ഗോപി, ഹലോ ഹലോ. ഹലോ സാർ, ഹലോ. ഈശ്വര, എന്റെ ചാർജും പോയി.